സാധാരണഗതിയിൽ പലപ്പോഴും പല ആളുകളൊക്കെ സംസ്ഥയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പുറത്താക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവർ അഭിമന്യരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉസ്താദുമാരെ കാണും, വിഷയങ്ങളൊക്കെ പറയും, തെറ്റൊക്കെ തിരുത്തും. അങ്ങനെ തിരിച്ചു വരലാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. നമ്മളൊക്കെ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിരിക്കും ഈ പറയപ്പെടുന്ന വ്യക്തിത്വത്തിൽ നിന്നും ഉണ്ടാകുമോ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. പക്ഷേ ഖേദകരമെന്ന് പറയാം, പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനമെടുത്ത് ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ അന്ന് തന്നെ ആദ്യം കണ്ടു പത്രസമ്മേളനം നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ആദ്യം വാട്സപ്പിലൊക്കെ നമ്മൾ കണ്ടത്. പിന്നീടത് മാറി വരുന്ന ചാനലുകൾക്കെല്ലാം അഭിമുഖം കൊടുത്തുകൊണ്ട് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളെ വളരെ മോശമായ രീതിയിൽ ചാനലുകാരോടൊക്കെ അഭിമുഖത്തിലൂടെ പറയുന്ന ഒരു ദുഃഖകരമായൊരു സാഹചര്യമാണ് പിന്നെ നമ്മൾ കണ്ടത്. അതിലദ്ദേഹം കാര്യമായിട്ട് പറഞ്ഞത് എന്നെ ഇപ്പോൾ വഹാബിയാക്കിയിരിക്കുന്നു, മൗദൂദിയാക്കിയിരിക്കുന്നു എന്നാണ്. അങ്ങനെ ആകാൻ ആഗ്രഹമുണ്ടോ നമുക്കറിയില്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു പോയത്. പക്ഷേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഈ വ്യക്തിയെക്കുറിച്ച്, ബഹുമാന ഹക്കീം ഫൈസിയെക്കുറിച്ച് അദ്ദേഹം മൗദൂദിയാണെന്നോ വഹാബിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം നിങ്ങളെല്ലാവരും കണ്ടവരാണ്. കൃത്യമായി പറഞ്ഞത് പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശ വിരുദ്ധമായ പ്രചരണം നടത്തിയെന്നാണ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പറഞ്ഞത്. അത് അദ്ദേഹത്തിന് സമസ്തയുമായി നേരിട്ട് ബന്ധപ്പെടാമായിരുന്നു, ചോദിക്കാമായിരുന്നു. അതിന് പകരം അദ്ദേഹം ചാനലുകളൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്നെ ഇവിടെ വഹാബിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് വിശദീകരിക്കൽ സമസ്തൻ്റെ ബാധ്യതയല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അപ്പോഴും ഒന്നുകൂടി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് വലിയ വിവാദങ്ങളൊന്നും സൃഷ്ടിക്കേണ്ട എന്ന നിലയ്ക്ക് ചേളാരിയിൽ പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴടങ്ങളുടെ കൗൺസിലർമാരുടെ യോഗം വിളിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു. അപ്പോൾ പിന്നെ ചോദ്യം, സമസ്തൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? അടച്ചിട്ട റൂമിൽ എന്തിനാണ് വിശദീകരിച്ചത്? എല്ലാവർക്കും കേരള അവസരം ഉണ്ടായിക്കൂടെ? അപ്പോൾ പിന്നെ SKS തീരുമാനിച്ചു അവൻ അങ്ങനെ ആയിക്കോട്ടെ. അല്ലാതെ എന്ത് ചെയ്യാൻ? അല്ല, നമുക്കിത് ആഗ്രഹം ഉണ്ടായതുകൊണ്ടല്ല, ഇങ്ങനെ പറയാൻ താല്പര്യമുണ്ടായതുകൊണ്ടല്ല. ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ആളുകൾ, അല്ലാതെ എല്ലാ വാഫികളും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം നമുക്കില്ല. എല്ലാ വഫിയകളും അങ്ങനെയാണെന്ന അഭിപ്രായമില്ല. എത്രയോ നല്ല വാഫി കുട്ടികളുണ്ട്, എത്രയോ നല്ല വഫിയകളുണ്ട്. നമ്മൾ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 90% ആളുകളും അതേ രീതിയിൽ തന്നെയാണ് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് 90% വാഫി വിദ്യാർത്ഥികളും വഫിയ വിദ്യാർത്ഥിനികളും. പക്ഷേ അപൂർവം ചില ആളുകൾ അത് മനസ്സിലാക്കാൻ ബഹുമാനനായ ഹക്കീം ഫൈസിക്ക് സാധിക്കണമെന്നാണ് പറയുന്നത്. അവരുടെ കറക്ക് കമ്പനിയിൽ പെട്ടുകൊണ്ട് എന്താ പറയേണ്ടെന്നറിയുന്നില്ല, എന്താ എഴുതണ്ടെന്നറിയുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു എല്ലാ കാര്യം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കൃത്യമായി പറഞ്ഞു. ബഹുമാനപ്പെട്ട MT ഉസ്താദ് ചേളായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഒരാളെ മുബത്തദിയാക്കിയിട്ടില്ല, ആരും ഇവിടെ വഹാബിയാക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് ഉസ്താദ് ദുആ ചെയ്തപ്പോൾ അതിനെപ്പോലും ഇദ്ദേഹം കളിയാക്കാണ് ചെയ്തത്. വളരെ ആത്മാർത്ഥമായി MT ഉസ്താദ് ദുആ ചെയ്തപ്പോൾ ഉസ്താദുമാരുമായിട്ട് അടുത്ത നിലപാട് നമുക്കറിയാം. അവരുടെ ആഗ്രഹം ഈ പ്രശ്നം തീരണമെന്നാണ്, ഇനിയും പ്രശ്നങ്ങളായിട്ട് പോകണമെന്നല്ല, ഇത് കഴിഞ്ഞ് നല്ല രീതിയിൽ പോകണമെന്നാണ് ഉസ്താദുമാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ കുറച്ചാളുകൾ ഒപ്പം കൂടിക്കൊണ്ട് അതിനനുസരിച്ച് കൊണ്ട് ബഹുമാന്യനായ ഹക്കീം ഫൈസി തുള്ളാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്. അങ്ങനെ വന്നാൽ ഓരോ കാര്യങ്ങളും തുറന്ന് പറയാൻ ഞങ്ങൾ നിർബന്ധിതരായി തീരുമെന്നാണ് പറയാനുള്ളത്. എല്ലാം പറയേണ്ടി വരും. ഇപ്പം ഞങ്ങൾ തുടക്കം നിലയ്ക്ക് ചെറുത് മാത്രം പറഞ്ഞു പോവുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ആദർശ വിരുദ്ധമായി എന്ത് പ്രചരണമാണ് നടത്തിയെന്നാണ് ഇപ്പോൾ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദർശവിരുദ്ധമായിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഒന്നല്ല നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നമ്മുടെ ഇടയിലൊക്കെ വ്യാപകമായിട്ട് വന്നൊരു വിഷയം തന്നെയാണ് പരിശുദ്ധമായ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വിഷയം. നബിദിനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, നബിദിനാഘോഷത്തിൽ കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അത് ധൂർത്താണ്. ഇത് സാധാരണ ഇതിൽ ആരാ പറയാറുള്ളത്? ആരാ പറയുള്ളത്? ഇവിടെ വഹാബികളാണ് പറയുന്നത്. ഭക്ഷണം വേസ്റ്റാക്കുന്നതിനെ കുറിച്ചല്ല, നബിദിനാഘോഷത്തിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച്. ഒരു കാലത്ത് വഹാബികൾ നബിദിനം ആഘോഷിച്ചിരുന്നു, രേഖകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അന്നും അവർ കാര്യമായിട്ട് പറഞ്ഞതറിയോ, നബിദിനൊക്കെ ആഘോഷിക്കുക, എന്തിനാ ഈ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്? അതിലേക്ക് മടങ്ങണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അത്രേ നമ്മൾ പറയുന്നുള്ളൂ, അതിലേക്ക് മടങ്ങണ്ട. പക്ഷേ ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയണെന്താ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ നബിദിനത്തിന് ഭക്ഷണം കൊടുക്കൽ ധൂർത്താന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഭക്ഷണം കൊടുക്കലൊക്കെ നല്ല തന്നെയാണ്, പക്ഷേ ഭക്ഷണം വേസ്റ്റാക്കണ്ട എന്നൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പോൾ
ചേളാരിയിൽ നമ്മുടെ വിശദീകരണത്തിൻ്റെ ശേഷം പ്രസംഗിച്ച അല്ലെങ്കിൽ ലൈവിൽ അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞ ആ ഭാഗം ഒന്ന് കേൾക്കും നിങ്ങൾ. നബിദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ, അതായത് നബിദിനാഘോഷത്തിൽ പൊതുവെ ദൂർത്ത് വരാറുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കണം, അത് സുന്നത്ത് ജമാഅത്തിന്റെ കാഴ്ചപ്പാടല്ല എന്നൊരു ആരോപണം ഉയർന്നു കേട്ടിട്ടുണ്ട്. ഞാൻ ദൂർത്ത് ശരിയല്ല എന്ന് പൊതുവെ പറയാറുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ അറിയുന്ന കാര്യമാണ്. നബിദിനത്തിന് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ദൂർത്ത് വരാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നബിദിനാഘോഷത്തിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ദൂർത്ത് വരാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് തർക്കമുണ്ടോ? ആർക്കും തർക്കമില്ല. പറയട്ടെ. നബിദിനത്തെ പറ്റി പറഞ്ഞിട്ടില്ല. നബിദിനെ പറ്റി ഈ എയറിലുള്ള ആ പീസിൽ തന്നെ പറയുന്നുണ്ട്, ഫർദ് പോലെയുള്ള സുന്നത്താണ് എന്ന്. ഇനി എന്തിനാ ഇല്ലാത്തത് വെച്ച് കിട്ടുന്നത്? നബിദിനം ഭംഗിയായി കൊണ്ട് നടക്കണം. കുട്ടികളുടെ കലാപരിപാടികൾ, അന്നദാനം, സന്തോഷം, ഇത് നമ്മുടെ ഒരു ആഘോഷമല്ലേ. പെരുന്നാളിന് ശേഷം പിന്നെ മുസ്ലിമീങ്ങളുടെ ഒരു പെരുന്നാളാണ്, ആഘോഷമാണ് നബിദിനം എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ദൂർത്ത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും പിന്നെ സമയത്തിൻ്റെ കാര്യത്തിലായാലും പണത്തിൻ്റെ കാര്യത്തിലായാലും പാടില്ലാത്തതാണ്. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുസ്രിഫീൻ. നബിദിനത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണം അത് ബർക്കത്തുള്ള ഭക്ഷണം കൂടിയാണല്ലോ. നമ്മൾ സുന്നികൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്. ആ ഭക്ഷണം നശിപ്പിക്കുക എന്ന് പറയുന്നത്, ഒരു മഹലിൽ 4 മദ്രസ ഉണ്ടെങ്കിൽ 4 മദ്രസയിൽ നിന്നും ഭക്ഷണം ഓരോ വീട്ടിലെത്തുകയാണ്. പിന്നെ ആ വീട്ടിലേക്ക് തിന്നാൻ പറ്റാതെ 2 ദിവസം കഴിയുമ്പോൾ കേട് വന്നിട്ട് പുറന്തള്ളുകയാണ്. ഇപ്പൊ ഈ നബിദിനത്തിന്റെ സമയത്ത് പോലും അങ്ങനെ പറഞ്ഞെന്താ, ഭക്ഷണം ദൂർത്താക്കുന്നതിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഭക്ഷണം കൊടുക്കുന്നതിനെ എന്തായിട്ടില്ല എതിർത്തിട്ടില്ല. ഒമാൻ ഹക്കീം ഫൈസിയോട് എന്തിനാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ 2-ാം ഗസാലി എന്നൊക്കെ പറയപ്പെടുന്നത്? സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ഈ എയറിലെ പീസ് എന്ന് പറഞ്ഞത്, ആ പീസ് നമുക്ക് കേൾക്കാം. ആ പീസിൽ എന്താ പറഞ്ഞത് കേൾക്കാം. ആദ്യം തന്നെ പറയട്ടെ, പഴയ പീസിൽ പറയട്ടെ. നമ്മൾ ആഘോഷങ്ങൾ നടത്തും. ദൂർത്ത്, വല്ലാത്ത ദൂർത്ത്, അതാണ് നമ്മൾ എവിടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ റബീഉൽ അവ്വൽ കാലത്ത് കണ്ട കാഴ്ചകളെ മുൻനിർത്തി ഞാൻ പ്രസംഗിക്കാറുണ്ട്. എന്റെ അവസരങ്ങളിൽ ഞാൻ പറയാറുണ്ട്. തെറ്റാണെന്ന് തോന്നുന്നവർക്ക് അത് തിരുത്താം. നമുക്ക് 10,000 മദ്രസകളുണ്ട് സംസ്ഥാനത്ത്. അതിന്റെ പുറത്ത് കുറച്ചൊക്കെ മദ്രസകളുണ്ട്. ഈ മദ്രസകളൊക്കെ റബീഉൽ അവ്വലിന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി ശരാശരി 2 ലക്ഷം റുപ്യ ചെലവാക്കുന്നുണ്ട്. 3, 4, 5 ചെലവാക്കുന്നവരുണ്ട്. വേണ്ട 2 തൊട്ട് 1 ലക്ഷം കൂട്ടുക. 1 ലക്ഷം മൗലിദ് ആഘോഷത്തിന് നമ്മൾ ചെലവാക്കുമ്പോൾ അതിൽ ബാക്കിയാവുന്നത് എന്തൊക്കെയാണ്? അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് പറയലും മൗലൂദ് അതാണ് സുന്നത്താണ്, അത് നിർബന്ധം പോലെയുള്ള സുന്നത്താണ്. അതിന് 1 ലക്ഷം വേണ്ട. വിശന്നവർക്ക് ആഹാരമാണ്, അതിനൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാവരും വീട്ടിൽ ആഹാരമുണ്ട്. അള്ളാന്റെ റസൂലിന്റെ മൗലൂദിനെ ബഹുമാനിച്ചുകൊണ്ട് വല്ല മധുര പലഹാര വിതരണം, വല്ല മുട്ടായിയോ ചോക്ലേറ്റോ ഒരു ജ്യൂസോ ഒക്കെ കൊടുത്താൽ മതി. റസൂലുള്ളാഹി തങ്ങളുടെ നബിദിനാഘോഷത്തിന്റെ പേരിൽ വല്ല ചോക്ലേറ്റ്, വല്ല മിഠായി, വല്ല പായസം കൊടുത്താൽ മതി. അല്ല എന്തല്ല പറയണത്? ഭക്ഷണം കൊടുക്കുന്നത് വഴി അവിടെ അത് വേസ്റ്റായി പോകുന്നു, അതൊഴിവാക്കണമെന്നല്ല പറയണത്. അങ്ങനെയെങ്കിൽ നമ്മൾ അംഗീകരിക്കും, ഒരു പ്രശ്നമില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? ആ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം വല്ല ചോക്ലേറ്റും കൊടുത്തൂടെ, വല്ല മിഠായും കൊടുത്തൂടെ? കാരണം വിശപ്പൊന്നും ഇപ്പം ഇല്ലല്ലോ, ഇപ്പം ആർക്കും വിശപ്പൊന്നുമില്ല. ബഹുമാന ഹക്കീം ഫൈസിൻ്റെ ഇനി വീട്ടിൽ കല്യാണം നടക്കണ എല്ലാവർക്കും ചോക്ലേറ്റ്, കാരണം ആർക്കും ഇന്നിപ്പോൾ വിശപ്പൊന്നുമില്ലല്ലോ. ഇപ്പം കലോത്സവം നടന്നു, ഞാൻ അതിനൊന്നും കുറ്റപ്പെടുത്തുന്നില്ല. എത്ര ലക്ഷമാണ് ചെലവഴിച്ചത്? പന്തലിൽ മാത്രം ചെലവഴിച്ച ലക്ഷം എത്രയാ? ഞാനത് വേണ്ടാന്നൊന്നും അല്ല ഈ പറയുന്നതിനർത്ഥം. എന്തിനാ അതിൻ്റെ ആവശ്യം? എത്ര കോളേജുകളുണ്ട്? അവിടെ നടത്തിയ പറയുന്നില്ലേ? അവിടെ കുറെ ഗസ്റ്റുകളെ കൊണ്ടുവന്നു ഗൾഫിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്. എന്തിനാ ഈ കാലഘട്ടത്തിൽ അവരെ കൊണ്ടുവരേണ്ട ആവശ്യം? അവിടുന്ന് പറഞ്ഞാൽ പോരെ? ധൂർത്ത് അല്ലേ പറയണത്? നമുക്കിങ്ങനെ പറഞ്ഞുകൂടെ? എന്തിനാവശ്യം? അവർക്ക് വിദേശത്ത് ഈജിപ്ത് ആണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇവിടെ സംസാരിക്കാലോ, സംവിധാനങ്ങളുണ്ടല്ലോ. അയാളെ പ്രസംഗമല്ലേ ആവശ്യമുള്ളൂ, ജസദ് മുബാറക്കുന്ന ആവശ്യമില്ലല്ലോ. ചില ആൾക്കാരങ്ങനെ കൂടുന്ന ഷാറു മുബാറക്ക് പറയുന്ന ഗതികളുണ്ടായി, വേറെ കാര്യം, അതോടെ ഇരിക്കട്ടെ. എന്തായാലും അതിന് ആവശ്യം ഉണ്ടായിരുന്നല്ലോ. എന്തിനാണ് ഇത് ചെയ്തത്? നമ്മൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വലിന് ഭക്ഷണം കൊടുക്കുന്നത് വിശപ്പ് മാറാൻ വേണ്ടിയല്ല. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട. വിശപ്പ് മാറാനല്ല, അതൊരു ബറക്കത്താണ്, അതൊരു പുണ്യമാണ്. മഹാന്മാരൊക്കെ പറയും, നോക്കൂ നിങ്ങൾ, ഇക്കാലം വരെ വഹാബികൾ പറഞ്ഞപ്പോൾ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ എന്താ എഴുതി വെച്ചത്?
ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ അൽ ഹാവിയിൽ ഫതാവിയിൽ കൃത്യമായി പറഞ്ഞല്ലേ, വയസ്തഹബ്ബു ലനാ അയ്ലൻ ഇൽഹാറു ശുക്രി ബിമൗലിദിഹി ബിൽ ഇജ്തിമാഇ വഇത്ആമിത് തആം. വരുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കണം? ചോക്ലേറ്റ് അല്ല, ഇത്ആമുത് തആം. എന്ത് കൊടുക്കണം? ഭക്ഷണം കൊടുക്കണം. ആര് പറയുന്നു? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നു. കഴിഞ്ഞില്ല. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ, ലോകം കണ്ട മഹാപണ്ഡിതൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരെ വീട്ടിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച 300ഓളം സഹാബികളെ നേരിട്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ഹസനുൽ ബസരി മുത്തുനബിയുടെ ഭാര്യമാരെ വീട്ടിൽ താമസിച്ച ആളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. മഹാനുള്ള ഇൽമിനെ കുറിച്ച് പറയും നോക്കൂ നിങ്ങൾ, ലഖദ് കാനൽ ഹസനു അഅലമ അഹ്ലി അസ്രിഹി. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആലിമായിരുന്നു ആര്? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. ആ ഹസനുൽ ബസരി റളിയല്ലാഹു പറഞ്ഞ വാക്കെന്താ? വദിത്തു, ഞാൻ ആഗ്രഹിക്കുന്നു, ലൗ കാന ലീ മിസ്ലു ജബൽ ഫദിൻ ദഹബാ. ഉഹദ് പർവ്വതത്തിന്റെ അത്ര സ്വർണം എനിക്ക് കിട്ടിയാൽ. ഉഹദ് മല മദീനത്ത് പോയിരിക്കറിയാം. ഉഹദ് മല പറഞ്ഞ കിലോമീറ്ററുകൾ നീളമുണ്ട്. അത്രയുള്ള ഉഹദ് മലയുടെ അത്ര സ്വർണം എനിക്ക് ലഭ്യമായി കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദിന് വേണ്ടി ചെലവഴിക്കുക. 2 ലക്ഷമല്ല, ബാക്കി മദ്രസ ഉണ്ടാക്കായിരുന്നു. 2 അല്ല, ഒരു ഉഹദ് മലയുടെ അത്ര സ്വർണം കിട്ടിയാൽ ആ സ്വർണം മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മൗലൂദിന് വേണ്ടി ചെലവഴിക്കും. എവിടെ ദൂർത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദൂർത്ത്. ഇത് പ്രചരിപ്പിച്ചത് ഇവിടെ ആരാ? ഇതിവിടെ ആരാ പറഞ്ഞത്? ഇക്കാലം വരെ ആരാ പറഞ്ഞത്? വഹാബികൾ. പിന്നെ ആരാ പറഞ്ഞത്? മൗദൂദികൾ. ആ ആദർശ വിരുദ്ധ പ്രചരണം ഇദ്ദേഹം നടത്തി. ഇത് സമസ്ത തെറ്റാണോ? അപ്പോൾ ഇദ്ദേഹത്തിനോട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇന്റർവ്യൂക്ക് രസകരമാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല. ആ ഇന്റർവ്യൂ എങ്ങനെയാണുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചോദ്യം ഇന്നത് പറയണം, അപ്പോൾ ഞാൻ ഇങ്ങനെ ഉത്തരം പറയും. ആ ഉത്തരത്തിന് ഇങ്ങനെ ചോദിക്കണം, അപ്പോൾ ഞാൻ ഇങ്ങനെ ഉത്തരം പറയും. എന്നിട്ട് ഞാൻ ഇടയിൽ കുറെ കട്ട് ചെയ്യേണ്ടി വന്നു. ഈ ക്ലിപ്പിംഗ് നമുക്ക് കൃത്യമായിട്ട് അറിയാലോ, ഇത് കണ്ടാലേ. ഇത് എന്താ ഉണ്ടാക്കി നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. എനിക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ ചോദ്യം, ഹസനുൽ ബസരി ഇങ്ങനെ ഉഹദ് മലന്റെ അത്ര സ്വർണം കിട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലൂദിന് വേണ്ടി ചെലവഴിക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ? രസകരമാണ്. അദ്ദേഹം പറയണം, അന്ന് ഉഹദ് മലയുടെ അത്രത്തോളം വിശപ്പുണ്ടായിട്ടുണ്ടാവാം. സുബ്ഹാന ജല്ല ജലാലു. എന്തിനാണ് ഉസ്താദേ? ഞാൻ സ്നേഹത്തോടെ ചോദിക്കുക, വഹാബികൾക്ക് വേണ്ടി ഏണി വെച്ചു കൊടുക്കുന്നത് എന്തിനാണിത്? എന്തിനാണത്? ഹസനുൽ ബസരി റളിയല്ലാഹു മാത്രമാണ് പറഞ്ഞത്. ഞാൻ വായിക്കാം, ഈ ഭാരത്തുകൾ വായിക്കാം. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ കുറഞ്ഞ ഭാഗത്ത് മാത്രം വായിക്കാം. മഹാന്മാർ പറയും നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി തങ്ങൾ മൻ ഹയ്യ അലി അജ്ലി ഖിറാഅത്തി മൗലിദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ വജമഅ ഇഖ്വാനൻ വഔഖദ സിറാജൻ വലബസ ജദീദൻ വതഅത്തറ വതജമ്മല തഅളീമൻ ലിമൗലിദിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹശറഹുല്ലാഹു തആല യൗമൽ ഖിയാമ മഅൽ ഫിർഖത്തിൽ ഊല മിനൻ നബിയ്യീൻ വകാന ഫീ അഅലാഇൽ ലീൻ. എന്താ പറഞ്ഞത്? എന്താ ഇമാമിങ്ങൾക്ക് എഴുതി വെച്ചത്? പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദ് ഓതാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂട്ടി, അതിന് ഭക്ഷണം തയ്യാറാക്കി, ആളുകൾ ഒരുമിച്ച് കൂട്ടി, ലൈറ്റ് കത്തിച്ചു. ഇയാൾ ചോദിക്കണ്ടില്ലേ? ആ എയറിലെ പീസ് ഉണ്ടല്ലോ, ആ എയറിലെ പീസിനും ഒരു ചോദിക്കുന്നുണ്ട് ലൈറ്റ് കത്തിക്കുന്നതിനെ കുറിച്ചൊക്കെ. എന്ത് കത്തിച്ചു? ലൈറ്റുകൾ കത്തിച്ചു. അങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ഗുണമെന്താ? അള്ളാഹു അവനെ നാളെ മഹ്ശറയിൽ വലിയ വലിയ മഹാന്മാരോടുള്ള സ്വർഗത്തിൽ കടത്തും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നെയ്ച്ചോറ് കൊടുത്തിൽ യാതൊരു സങ്കടമില്ല. ഉണ്ടോ? ബിരിയാണി കൊടുക്കുന്നതിന് സങ്കടം ഉണ്ടോ? എത്ര കൈണ് അത്ര കൊടുക്കണം. നാം കഴിഞ്ഞില്ല. മഹാന്മാരൊക്കെ പറഞ്ഞ അങ്ങനെയാണ്. ഞാനൊക്കെ ഇവിടെ പറയാൻ സമയമല്ല. ഇവിടെ മഹാന്മാർ പറയുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ കൂലിയുണ്ടെന്ന് മഹാന്മാരൊക്കെ പറയുമ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്ന രീതി നോക്കും നിങ്ങൾ. അദ്ദേഹം പറയാണ്, അന്ന് ഉഹദ് മലയുടെ അത്ര വിശപ്പുണ്ടായിട്ടുണ്ടാകും. പറയട്ടെ, എന്നെ പിടിച്ച് സുന്നി വിരുദ്ധൻ ആക്കണം, അതാണ് കാര്യം. നബിദിന കാര്യത്തിലാവുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സുന്നി വിരുദ്ധനാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര നമ്മളിതൊക്കെ പറഞ്ഞു നടക്കുന്നത്. പറയട്ടെ, ദൂർത്ത് എന്ന കാര്യം വരുന്നേ ഇല്ല. അതായത് ഉഹുദുമലയോളം സമ്പത്തുണ്ടെങ്കിലും അത് മുഴുക്കെ നബിദിനാഘോഷത്തിന് ചെലവഴിക്കണം എന്ന് പറഞ്ഞ പാരമ്പര്യം സുന്നത്ത് ജമാഅത്തിനുണ്ട്. അപ്പൊ അതിലൊരു ദൂർത്ത് എന്നതൊരു വെച്ചുകെട്ടാണ് എന്ന് പറയപ്പെടാറുണ്ട്. ദൂർത്ത് തീർച്ചയായും ഒഴിവാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറയും ദൂർത്ത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. അതിൽ ആർക്കാ തർക്കം ഉസ്താദേ? നമുക്കൊരാൾക്കും തർക്കമില്ല. അത് ഒളുഹിയത്തിന്റെ പേരിലും അങ്ങനെ തന്നെ അല്ലേ, പെരുന്നാളിന്റെ പേരിലും അങ്ങനെ തന്നെ, അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ. അതല്ലല്ലോ ഇവിടെ ചർച്ച.
നബിദിനാഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് ചോറ് കൊടുക്കാൻ പറ്റൂലേ? നിങ്ങളുടെ എയറിലുള്ള ക്ലിപ്പിൽ ആ പീസിൽ പറയുന്നത് പറ്റൂല എന്നാണ്. അതിനെക്കുറിച്ച് ചോദ്യം പറയട്ടെ. നബിദിനത്തിൽ ദൂർത്ത് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഉഹദ് മലയോളം ഭക്ഷണം ഉണ്ടാക്കി നബിദിനത്തെ മഹത്വവൽക്കരിക്കുമെന്ന് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മറ്റോ പറഞ്ഞിട്ടുണ്ട്. ഉഹദ് മലയോളം വിശപ്പുള്ള കാലമായതുകൊണ്ടാണ്. എന്താ പറഞ്ഞത്? അന്ന് ഉഹദ് മലയോളം വിശപ്പുള്ള കാലായിരുന്നു. അപ്പൊ ഉഹദ് മലയോളം ഭക്ഷണം കൊടുക്കണം. ഉഹദ് മലയോളം ഭക്ഷണമല്ല, ഉഹദ് മലയോളം ഗോൾഡാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് സുന്നത്ത് ജമാഅത്ത് വിരുദ്ധമല്ലേ? കഴിഞ്ഞില്ല, അടുത്തത് നമുക്ക് ഓരോ കുറച്ച് പറയാം. കുറച്ചെണ്ണം നിങ്ങൾ ഇരിക്കണേ, കുറച്ചും പറയാം. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവർ ചോദിക്കുകയാണ് എവിടെയെന്ന്. അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണ്ടേ? പാവങ്ങൾ അത്ര കഷ്ടപ്പെട്ട് ചോദിക്കുമ്പോൾ നമ്മുടെ ബാധ്യതയല്ലേ? അടുത്ത് നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിഷയം എന്താ? ദൂർത്തുമായൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാൽ പൂർവികരൊക്കെ എങ്ങനെയാണ് നമ്മൾ നബിദിനാഘോഷം നമ്മൾ ചിന്തിക്കണം. പൂർവിക കാലത്തൊക്കെ നബിദിനം ആഘോഷിച്ചതിനെ കുറിച്ച് അൽ ബിദായത്ത് വൻ നിഹായ പോലെയുള്ള കിതാബുകളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. മുളഫർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നബിദിനം ആഘോഷിച്ചത്, അന്ന് എത്രയാ ചെലവഴിച്ചത്? ഞാൻ വായിക്കാം. മലിക് മുളഫർ ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വന്തർമിഷ്ടന. കേട്ടോളൂ, മൗലൂദ് കഴിക്കാൻ അന്ന് 6000 പൊരിക്കുന്നതാണേ കോഴിയും 10000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവയും ഉണ്ടേ ഒരു തരം. ആടത്ര 5000, കോഴിയത്ര 10000, 1,30,000 പാത്രത്തിൽ അലുവ. ധാരകാലത്താണ് സലാഹുദ്ദീൻ അയ്യൂബിയുടെ അളിയനായ മഹാനായ മാലിക് മുളഫർ രാജാവിന്റെ കാലത്ത് അന്ന് ആ സദസ്സിൽ അക്കാലത്ത് വലിയ വലിയ ആലിമീങ്ങൾ ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, അതുപോലെ സൂഫികൾ കൂടുമേ അതിൽ വന്ന്. അക്കാലത്ത് ആലിമീങ്ങളൊക്കെ വരും. അതിൽ ഒരു ആലിം പറഞ്ഞില്ല ദൂർത്ത്. അക്കാലത്ത് ഒരൊറ്റ ആലിം പറഞ്ഞില്ല. അവരൊക്കെ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നബിദിനാഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അത് ദൂർത്തല്ല. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസംഗം എന്താ? അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോ കാര്യമായിട്ട് എവിടെ ചെന്നറിഞ്ഞ പറഞ്ഞ വാക്കാണ്, നമുക്ക് ഖുർആനും ഹദീസും മതി. ഇതാരാ പറയാറ്? വഹാബികളെ ഏത് പ്രസംഗം എടുത്തു നോക്കിയാലും പറയുന്ന വാക്കാ. നമുക്ക് എന്ത് മതി? ഖുർആനും ഹദീസും മതി. എന്തിനായി പാളക്കിതാബുകൾ? അവരങ്ങനെ പറയാറ്. ഇയാൾ ഉപയോഗിച്ചു, എന്തിനായി വക്കുപൊട്ടി കിതാബുകൾ? ഏതിനെ കുറിച്ചായി പറയുന്നത്? ഖുർആനും ഹദീസും മാത്രം മതി എന്ന് പറഞ്ഞാൽ സയ്യിദുനാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ മാറ്റി വെക്കണമെന്നല്ലേ? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ കിതാബുകൾ മാറ്റി വെക്കണമെന്നല്ലേ? കഴിഞ്ഞു പോയപ്പെട്ട ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹുവിന്റെ കിതാബുകൾ മാറ്റി വെക്കണമെന്നല്ലേ? ഇക്കാലം വരെ കഴിഞ്ഞു പോയ എല്ലാ കിതാബുകളും മാറ്റി വെക്കണമെന്നല്ലേ കിട്ടുക? അദ്ദേഹം പറഞ്ഞു കിട്ടും. നിങ്ങൾ നാട്ടുകാർക്ക് പൊതുസമൂഹത്തിന് ഇത് നല്ല ദീനാന്ന് തോന്നുകൂടി വേണം. നമ്മളെ കാട്ടിക്കോട്ടൽ കണ്ടിട്ട് ഇതാണ് ഇപ്പൊ ദീനെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ദീനിന്റെ സൗന്ദര്യം നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ എഴുത്ത്, നമ്മുടെ പ്രസംഗം, നമ്മുടെ വായന. ചോദ്യങ്ങൾ ഉണ്ടാക്കരുത്. അല്ല, എന്താ മൂല്യർ അങ്ങനെ പറഞ്ഞത്? ഇനി അതിനെന്താ തെളിവ്? ഈ തെളിവ് പറയാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കുമൂലയിൽ പോയി തെളിവ് തപ്പിപ്പിടിച്ചു കൊണ്ടുവരേണ്ടതൊന്നും പറയണ്ടല്ലോ. ഏതെങ്കിലും മുക്കുമൂലകളിലൊന്നും തപ്പിപ്പിടിച്ച് പറയാൻ നിൽക്കരുത്. കിതാബിൽ അവിടെ ഇവിടെ ഒന്നും തപ്പിപ്പിടിച്ച് പറയരുത്. പിന്നെയോ അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്ന് ഖുർആൻ പറഞ്ഞ, പിന്നെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മാതിരി നല്ലത് ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വയന്ന് പറയണോ, നിങ്ങൾക്ക് ഉപദേശിക്കണം, ഹദീസ് നോക്കിയാൽ മതി, ഖുർആൻ നോക്കിയാൽ മതി. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് വയന്ന് പറയാനും എന്ത് പറയാനും ഏത് മതി? ഖുർആനും മതി, ഹദീസും മതി. ഖുർആൻ വേണ്ടാന്നല്ല നമ്മൾ ഈ പറയുന്നിടത്തം, ആണോ? നമ്മൾ പറഞ്ഞു ഖുർആൻ വേണം, ഹദീസും. പക്ഷെ അവിടെ നിൽക്കരുത്. പ്രമാണങ്ങൾ രണ്ടിലൊതുങ്ങാൻ പാടില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നു ഖുർആൻ മതി, ഹദീസ് മതി. പറയട്ടെ, കഥ അതിൽ തന്നെ ഉണ്ട്, ഗുണപാഠം അതിൽ തന്നെ ഉണ്ട്, പിന്നെ മനസ്സിന് ഉന്മേഷം നൽകുന്ന എല്ലാം. പിന്നെ കെട്ടുകഥകളൊന്നും വേണ്ട. അപ്പോ ശരിയായ ദീനിന്റെ പ്ലെയിൻ ആയിട്ടുള്ള അധ്യാപനങ്ങൾ, അള്ളാന്റെ കലാമ്, അള്ളാന്റെ റസൂലിന്റെ ഹദീസ്, അതിലെ സഹിയായത് തന്നെ ഉണ്ട്. ആ സഹിഹായതനുസരിച്ച് പോയാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെയാണ്. ആരെ മുന്നിൽ ഈ ദീനാണ് നല്ലത് എന്ന് ആരും പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ദീൻ എന്താ പറയണത്? അള്ളാഹുവിന്റെ ഖുർആനും വിശുദ്ധമായ ഹദീസും മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നുക്കും പോണ്ട. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, തർക്കങ്ങളിലേക്കൊന്നും പോകരുത് കേട്ടോ. പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി, ആവശ്യമില്ലാത്ത പിന്നെ ചർച്ചകൾ ഉണ്ടാക്കി ഇങ്ങനെ ദീനനെ വികലമാക്കാത്ത. ഇന്നിപ്പോ ദീന വിമർശകരൊക്കെ നിങ്ങൾ അങ്ങനെ ആ മൂല്യം അങ്ങനെ പറഞ്ഞില്ല, ഈ മൂല്യം അങ്ങനെ പറഞ്ഞില്ല, ക്ലിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇടങ്ങറാവുകയാണ്. നമ്മൾ പ്രതിരോധത്തിലാവുകയാണ്. നമുക്ക് നമ്മുടെ ആളുകളെ തള്ളി പറയാം.
കണ്ടോ എന്താ പറയണത്? ക്ലിപ്പുകളൊക്കെ ഇടുകയാണ്. അതുകൊണ്ട് തർക്കമുള്ളതൊന്നും പറയേണ്ട, ഏത് മാത്രം മതി? ഖുർആൻ മതി, ഹദീസ് മതി. ഇത് പറയണ നിങ്ങൾ കേട്ടില്ലേ? എന്നാൽ ഇദ്ദേഹത്തിന് വിശദീകരണം കേട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അത് ആദർശ വിരുദ്ധമാണെന്നുള്ളത്. വിരുദ്ധല്ലേ? വിരുദ്ധമാണ്. മുജാഹിദ് ബാരിഷി പറഞ്ഞു കേട്ടോളൂ. മുജാഹിദ് ബാരിഷിന്റെ പ്രസംഗത്തിൽ കാണാൻ ഇതേ ആശയം അദ്ദേഹം പറയുന്നുണ്ട്, ഖുർആൻ ഹദീസ് മതി. വേറെ ഷാഫി ഇമാം പറഞ്ഞോടേക്ക് പോണ്ട, പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞേക്ക് പോണ്ട, അവിടുക്കും ഇവിടുക്കൊന്നും പോണ്ട, ഏത് മാത്രം മതി? ഖുർആനും ഹദീസും പറഞ്ഞാൽ മതി. പറയട്ടെ. അള്ളാഹു മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കിക്കൊള്ളിയും. നബി എന്താ പറഞ്ഞേ? തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങൾ വിട്ടേച്ചുകൊണ്ടാ പോകുന്നത്. എന്നിട്ട് റസൂൽ പറയാ തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈദാ. അപ്പറഞ്ഞ റസൂലാ പറയുന്നത് തറക്തു ഫീകും അംറൈനി ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലി. അതുകൊണ്ട് ഞാൻ ശരിക്കും പറയാണ്, ഹക്കായിട്ട് പറയണു, ഖുർആൻ അല്ലാഹ് അവിടെ ആയത്ത് അവസാനിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്കാൻ പറഞ്ഞു അല്ലേ? എന്നിട്ട് അല്ലാഹ് എന്താ പറഞ്ഞേ? ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ? ആണോ? ആണോ ചോദിക്കണം. സക്കാഫിയോട്, ദാരിമിയോട്, ഫൈസിയോട്, സലഫിയോട്, അഹ്ലി ഹിക്മയോട് ഒക്കെ അല്ലാഹ് ചോദിക്കണം. എന്താ അറിയോ? അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണോ? എങ്കിൽ നിങ്ങൾ മടക്കേണ്ടത് ഖുർആനിലേക്ക്, സുന്നത്തിലേക്കാണ്. ദാലിക ഖൈറുൻ. അതങ്ങൾക്ക് ഏറ്റവും ഉത്തമം. വഅഹ്സനു തഖ്വീല. ഏറ്റവും നല്ല പര്യവസാനം. കണ്ടോ? കഴിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞു സമയമില്ലാത്ത ചുരുക്കാം. എന്താ അദ്ദേഹം പറഞ്ഞത്? എവിടേക്ക് മടങ്ങണം? ഖുർആൻ ഹദീസ്. അദ്ദേഹം പറയുന്നുണ്ട് ഷാഫി ഇമാമിന്റെ കൗലിലേക്ക് പോകണ്ട, മാലിക് ഇമാമിന്റെ കൗലിലേക്ക് പോകണ്ട, പൂർവ്വപിതാക്കന്മാർ പറഞ്ഞേക്ക് പോകണ്ട, നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഇതാരാ പഠിപ്പിച്ചത്? വഹാബികൾ പഠിപ്പിച്ചു. ആ പ്രചരണം ആര് നടത്തി? ബഹുമാനനായ ഹക്കീം ഫൈസി നടത്തി. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സമസ്ത അല്ല അദ്ദേഹത്തെ കുറിച്ച് വിധേയം പറഞ്ഞിട്ടില്ല. വഹാബികളുടെ ആശയ പ്രചരണം നടത്തി, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ വിരുദ്ധ പ്രചരണം നടത്തി. കൃത്യമല്ലേ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ശരിയല്ല എന്ന് മനസ്സിലായപ്പോ ഈ കഴിഞ്ഞ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറയോന്ന് കേട്ടോ എന്നൊക്കെ ആരോപിച്ചു കേട്ടു ആ വിശദീകരണ യോഗത്തിൽ തന്നെ. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഖുർആനും സുന്നത്തും സ്വീകരിക്കാനുള്ളത് തന്നെയാണ്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. അത് സ്വീകരിക്കാനുള്ളത് തന്നെയാണ്. അത് മാത്രം എന്ന് എങ്ങനെ പറയാ? ഖുർആനും ഹദീസും മാത്രം എന്ന് എങ്ങനെയാണ് പറയാ? അപ്പോൾ ഇജ്മാഅ്, ഖിയാസ് ഒക്കെ സ്വീകരിക്കാനുള്ളത് തന്നെയല്ലേ? അതാരാ സ്വീകരിക്കാത്തത്? അൽബാനിക്ക് അങ്ങനെ വല്ല ഉസൂലുണ്ടായിരിക്കും. അയാൾ ആ വിഷയത്തിന്റെ ആളെ അല്ല, അൽബാനിയുടെ ഉസൂല്. ബഹുമാനനായ സലാം ബാക്കർ സാഹിബ് ചേളാരി വെച്ച് പറഞ്ഞിരുന്നു, ഇത് അൽബാനിയുടെ വാദമാണ് പറഞ്ഞിരുന്നു. അൽബാനിക്കാണ് വാദം ഉണ്ടായിരിക്കാം, നമുക്കാണ് വാദമല്ലോ. നേരത്തെ പറഞ്ഞ പ്രസംഗത്തിലോ ഒച്ചായിട്ട് അദ്ദേഹം പറഞ്ഞതാ ഖുർആൻ മതി, ഹദീസ് മതി. ഇതല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറയരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകണം, എല്ലാം കൂടി പറയണല്ലോ. എല്ലാം ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് തീർക്കണമല്ലോ. അടുത്ത വിഷയം എന്താ? മതരാഷ്ട്രീയവാദം. അതിനെക്കുറിച്ച് മധ്യ ഇപ്പൊ ഇന്റർവ്യൂവിൽ പറഞ്ഞത് അങ്ങനെ ഒരു വാദമൊന്നും എനിക്കില്ല എന്നാണ്. അദ്ദേഹം പറയട്ടെ. എങ്ങനെയാണ് ആരോപണത്തിന് മറുപടി പറയുന്നത്? മൗദൂദിയുടെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന വാദമാണ് എന്ന് പറയുന്നത് മൗദൂദി സാഹിത്യങ്ങൾ വായിക്കുകയും പുറത്തതിനെ വിമർശിക്കുകയും ചെയ്യുന്നവരുടെ പ്രശ്നമാണ്. മൗദൂദിയുടെ അത്തരം കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സാഹിത്യം ഞാൻ വായിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞതുകൊണ്ട് കൃത്യമായി ആരോപിക്കുന്ന ആളുകൾ എന്താണ് വിവക്ഷിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. എനിക്കെന്തായാലും ഒരു മതരാഷ്ട്രവാദമില്ല. അദ്ദേഹം പറയുന്നത് എനിക്കങ്ങനെ മതരാഷ്ട്രവാദമില്ല. അത് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ തന്നെ പറയാറില്ലേ? ഇതാരുടെ പുസ്തകം? അത് ആരിഫിന്റെ പുസ്തകം. ജമാഅത്ത് ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവും ദേശീയ നേതാവുമായ ആരിഫ് അലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയും, നോക്ക് നിങ്ങൾ, മതരാഷ്ട്രവാദമുള്ള വാദം ജമാഅത്ത് ഇസ്ലാമിക്കില്ല, മതരാഷ്ട്രവാദമുള്ള വാദം ഞങ്ങൾക്കില്ല. പിന്നെ ഇവരുടെ വാദം എന്താ? എല്ലാ മേഖലയിലും നമ്മൾ കയറി ചെല്ലണം. രാഷ്ട്രീയ മേഖല നമ്മൾ കയറി ചെല്ലണം. എല്ലാ മേഖലയിലും രാഷ്ട്രീയത്തെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇസ്ലാമിലെ സുപ്രധാനമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റി നിർത്തിയെന്ന് വരും. അതുകൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല. ഇതല്ലേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ലാതെ മതരാഷ്ട്രവാദം എന്നുള്ള വാദം ഞങ്ങൾക്കില്ല. ജമാഅത്ത് ഇസ്ലാമി പറയണം. ഇനി ഇദ്ദേഹത്തിന്റെ ജമാഅത്ത് ഇസ്ലാമിന്റെ അതേ വാദങ്ങൾ ഇദ്ദേഹം പറഞ്ഞു കേൾക്കുന്നു. ഇദ്ദേഹം പറയുന്നു, നമുക്ക് രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അത് ഏറ്റവും ഗൗരവമുള്ളതാണ്, അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്ന വാദം നോക്കൂ. പൈതൃക ഗ്രന്ഥങ്ങളിലൊന്നും വന്നിട്ടില്ലാത്ത കാര്യമാണ് എന്ന് പറയപ്പെടുകയുണ്ടായി.
ഒന്നാമതായി ഞാൻ പറഞ്ഞു വന്നതുപോലെ രാഷ്ട്രീയ ജീവിതമാണ്. രാഷ്ട്രീയം എന്നത് ഒരു വലിയ കാര്യമാണ്. രാഷ്ട്രീയം എന്നുള്ളത് നമ്മളുടെ രാഷ്ട്രീയം എന്ന് ഈ പ്രസംഗത്തിലെ കാര്യമായ ഭാഗം, ഏകദേശം 1 മണിക്കൂറിലേറെ ഭാഗം രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുത്തെന്ന് പറയാം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയം, ഉമർ റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയം പറയാം. ഈ രാഷ്ട്രീയം എന്തൊരു ചോദ്യം പറയാണ്, രാഷ്ട്രീയം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയം പോലെ കക്ഷി രാഷ്ട്രീയം മാത്രമല്ല, എല്ലാ വശങ്ങളും അതും ഉൾപ്പെടുത്തണം. പറയട്ടെ, നമ്മൾ ഇന്ത്യയിലെ കേരളത്തിലൊക്കെയുള്ള കക്ഷി രാഷ്ട്രീയം എന്ന അർത്ഥം വെക്കേണ്ടതില്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിന് വളരെ വിശാലമായ ഒരർത്ഥമാണുള്ളത്. രാഷ്ട്രം, ആ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രീതി, രാഷ്ട്രീയ രീതി, ആ ഒരു അത്ര വിപുലമായ അർത്ഥമാണല്ലോ അതിനുള്ളത്. അതിലെല്ലാം പെടും, ഒരുപാട് കാര്യങ്ങൾ പെടും. എന്നാലും നമ്മൾ മതം രാഷ്ട്രീയം എന്നിങ്ങനെ രണ്ടായിട്ട് പറയും. തൽക്കാലം അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് മാത്രം. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ ജീവിതമണ്ഡലമാണ്. അതിനെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയത്തെ നമ്മൾ കാര്യമായിട്ട് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. പഠിച്ച പണ്ഡിതന്മാർ പോലും രാഷ്ട്രീയമല്ലേ, അത് അതിന്റെ വഴിക്ക് നടന്നു കൊള്ളട്ടെ, രാഷ്ട്രീയത്തിൽ പിന്നെ എനിക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറയണം. എന്ത് വലിയ വലിയ ഉസ്താദ്മാരൊക്കെ എന്ത് പറയാറുണ്ട്, രാഷ്ട്രീയത്തിന്റെ വഴിക്ക് നടന്നു പോട്ട് പറയാറുണ്ട്. അത് ശരിയല്ല. രാഷ്ട്രീയത്തെ നമ്മൾ കാര്യമായി പങ്കുവെക്കേണ്ടതുണ്ട്. വളരെ ആപ്പൽക്കരമാണ് ഈ സമീപനം. നമ്മൾ രാഷ്ട്രീയ ജീവിതം നമ്മുടെ ഇസ്ലാമിക ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇസ്ലാമിന്റെ സിംഹഭാഗം മാറ്റി നിർത്തി എന്നാണ് വരിക. രാഷ്ട്രീയം നമ്മൾ നമ്മുടെ ഭാഗത്ത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഇസ്ലാമിലെ സിംഹഭാഗം മാറ്റി നിർത്തലാകുന്നു. അപ്പൊ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ്? ഇസ്ലാമിലെ സിംഹഭാഗമാണ്. ജമാഅത്ത് ഇസ്ലാമി ഇതേ വാദം പറയുന്നു. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകമാണ്. ഇതേ ആശയം ഞാൻ എല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അവർ പറയുന്നു നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും മാറ്റി നിർത്തേണ്ടി വരും രാഷ്ട്രീയം മാറ്റി നിർത്തിയാൽ. എത്രത്തോളം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പ്രസംഗിച്ച പ്രസംഗം കൊണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാത്തിലേക്ക് ഇടുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? അവർ പള്ളിയിൽ പോയാൽ ഒരു ഇമാമിന്റെ പിന്നാലെ നിസ്കരിക്കും, പുറത്തിറങ്ങി കഴിഞ്ഞാലോ വേറെ ഇമാം. എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങളിൽ മുസ്ലിം പണ്ഡിതന്മാരെ ഇമാമാക്കുമ്പോൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ആന്റണിയെയും, അദ്ദേഹം അക്കാലത്ത് പ്രസംഗിച്ച ആന്റണിനെയും സോണിയാഗാന്ധിനെയൊക്കെ ഇമാമാക്കുന്നു. അത് ശരിയല്ല. നമുക്ക് എല്ലാ രംഗത്തും ഒരു ഇമാമേ പറ്റുള്ളൂ. രാഷ്ട്രീയ രംഗത്തൊരു ഇമാം, മതപരമായ രംഗത്ത് ഇമാം. രാഷ്ട്രീയം അങ്ങനെ വേർതിരിക്കേണ്ടതല്ല. ആ രംഗത്ത് നമ്മൾ വളരണമെന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞു. ഇനി നോക്കൂ, ഇതേ ആശയം അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ ലക്ഷ്യം രാഷ്ട്രീയമായിരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നു 12 സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ രാഷ്ട്രീയം എന്താ? അദ്ദേഹം പറയാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമ്മളായിരിക്കും പള്ളിക്ക് നിന്ന് കിതാബ് ഓതി കൊടുക്കായിരുന്നില്ല, പിന്നെ രാഷ്ട്രീയം നടപ്പിലാക്കിയിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ തഅല്ലുമിനെയും തഅലീമിനെയൊക്കെ ആക്ഷേപിച്ചുള്ള പ്രസംഗം കേൾക്കൂ. വേഗം സ്വീകരിച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൂട്ടത്തോടെ ആളുകൾ എല്ലാവരും വയ്യച്ചു. പറഞ്ഞതുപോലെ തന്നെ സിദ്ദീഖ് എന്നവർ ചെയ്തത് എന്താണ്? സിദ്ദീഖ് എന്നവർ ചെയ്തത് ഈ യാഥാർത്ഥ്യം, ഈ പരിശുദ്ധമായ ജീവിത വ്യവസ്ഥിതി അത് ആവോളം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. ഏത് രാഷ്ട്രീയം ആഗോളതലത്തിൽ വികസിപ്പിക്കാനുള്ള പണിയാണ് സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തത്. അതാണ് നടത്തിയത്. പലപ്പോഴും അവിടെ കുത്തിയിരുന്ന് ചെയ്യേണ്ട, നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ചില മതപരമായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ലോകരാഷ്ട്രീയത്തില് ആയിരുന്നു കണ്ണ്. എന്താ പറഞ്ഞത്? പള്ളിയിൽ കുത്തിരുന്ന് നിസ്കാരം, ആരാധന പോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതല്ല സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു രാഷ്ട്രീയത്തിലായിരുന്നു താല്പര്യം കാണിച്ചിരുന്നത്. ആരെക്കുറിച്ചായി പറയുന്നത്? ആരാ സിദ്ദീഖ് റളിയല്ലാഹു? സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ജീവിത രീതി എന്തായിരുന്നു? രാത്രി മുഴുവൻ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്ന മഹാൻ, ഖത്മുകൾ ഓതി തീർക്കുന്ന മഹാൻ. ആ മഹാനെ കുറിച്ച് പറയാണ്, അങ്ങനെ ഇബാദത്തുകൾ കഴിഞ്ഞുകൂടുന്ന രീതി ആയിരുന്നില്ല സിദ്ദീഖ് റളിയല്ലാഹുവിന്റേത്, മറിച്ച് എന്തായിരുന്നു? രാഷ്ട്രീയമായ രീതികളായിരുന്നു. ആഗോളതലത്തിൽ രാഷ്ട്രീയ വികസനമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ താല്പര്യം. ഇനി ഖുലഫാ റാഷിദീങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു കേൾക്കും. നിങ്ങൾ ഖുലഫാ റാഷിദീങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലേറെ മോശമായി കൊണ്ട് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്. പറയട്ടെ, പറഞ്ഞതുപോലെ തന്നെ സിദ്ദീഖ് എന്നവർ ചെയ്തത് എന്താണ്? സിദ്ദീഖ് എന്നവർ ചെയ്തത് ഈ യാഥാർത്ഥ്യം, ഈ പരിശുദ്ധമായ ജീവിത വ്യവസ്ഥിതി അത് ആവോളം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് നടത്തിയത്. പലപ്പോഴും അവിടെ കുത്തിയിരുന്ന് ചെയ്യേണ്ട, നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ചില മതപരമായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ലോകരാഷ്ട്രീയത്തിൽ ആയിരുന്നു കണ്ണ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഖുലഫാ റാഷിദൂൻ, ഈ 4 ഖലീഫമാരെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഫോക്കസിങ് എന്തിലായിരുന്നു? നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ
അവർ സിദ്ദീഖ് എന്നവർ ഖലീഫയായി അങ്ങനെ ഒരിടത്ത് പിന്നെ ഒരു വിദ്യാലയമൊക്കെ സ്ഥാപിച്ച്. എന്ത് നമ്മളെ ഭാഷയിൽ പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു വലിയ 2 യൂണിവേഴ്സിറ്റി 2 വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക, അവിടെ പഠിപ്പിക്കുക, ഇതൊന്നുമല്ല സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തത്. എന്നിട്ട് അത് ഇനി പറയുന്നുണ്ട് എന്ത് സിദ്ദീഖ് റളിയല്ലാഹു ഹദീസ് പോലും റിവായത്ത് ചെയ്തിട്ടില്ല, കുറഞ്ഞ റിവായത്ത് ചെയ്തിട്ടുള്ളൂ. കാരണം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല, രാഷ്ട്രീയമായിരുന്നു. ഇതൊക്കെ ഇതേ ശൈലിയിൽ ജമാഅത്ത് ഇസ്ലാമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിച്ച ആ രാഷ്ട്രീയ രീതി നടപ്പിലാക്കലാണ് അദ്ദേഹത്തിന്റെ വാക്കിലുടനീളം വരുന്നത്. അല്ലെങ്കിൽ യൂസുഫുൽ ഖർളാവിയുടെ വാക്യങ്ങൾ. യൂസുഫുൽ ഖർളാവിയെ ഇപ്പോൾ അവരിങ്ങനെ സ്വകാര്യ സംഭാഷണത്തിലൊക്കെ പറയുന്നത് യൂസുഫുൽ ഖർളാവി കുഴപ്പമില്ല, അദ്ദേഹത്തിന് അംഗീകരിക്കാം. യൂസുഫുൽ ഖർളാവി ആരാ? ഇത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, യൂസുഫുൽ ഖർളാവിയുടെ പുസ്തകമാണ്. യൂസുഫുൽ ഖർളാവി പറയുന്നു, എനിക്ക് മൗദൂദി സാഹിബിയുടെ ആശയങ്ങളോടാണ് താല്പര്യമുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായ മൗദൂദിയുടെ ആശയങ്ങളോടാണ് എനിക്ക് താല്പര്യം, ഞാൻ അതിനോട് യോജിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ മകൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് കൂടിയാണ്. ഇതിൽ കൃത്യമായി പറയുന്നത് ഞാൻ ഓരോന്ന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങൾ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ ആശയങ്ങൾ ഇനി 5-6 ക്ലിപ്പുകൾ അത് തന്നെ പറയുന്നുണ്ട്. ഇത് ആരോടാ പറയുന്നത്? അദ്ദേഹത്തിന്റെ അടുക്കൽ പഠിക്കുന്ന വാഫികളോട് അദ്ദേഹം ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. നമ്മൾ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നിട്ട് അത് ഇപ്പോ അദ്ദേഹം എടുത്ത് പ്രസംഗിച്ചെന്താ അറിയോ? ചാനലുകളെന്ന് പറഞ്ഞത് അദ്ദേഹം പറയുന്നു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട, അത് രാഷ്ട്രീയ പാർട്ടി ഏൽപ്പിച്ചാൽ മതി. സംസ്ഥാന കൊട്ടാനെത്തിയപ്പോൾ ഇലയും മാറി. അദ്ദേഹം പറയും വഖഫിന്റെ വിഷയങ്ങൾ, ആ വിഷയത്തിൽ നമ്മൾ ഇടപെടണ്ട, അതൊക്കെ രാഷ്ട്രീയ പാർട്ടി ചെയ്യട്ടെ. എന്തിന്റെ ലക്ഷ്യം അറിയോ? മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കണം, എന്നാൽ മുസ്ലിം ലീഗിന്റെ ആളാവണം, എന്നിട്ടെങ്കിൽ ഈ സംസ്ഥാനം തെറ്റിപ്പിക്കണം. അതിന് ആ ചെമ്പ വാങ്ങിക്ക നല്ലത്. അത് നടക്കൂല. മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ കാഴ്ചപ്പാടുള്ളവരാണ്. ജനറൽ സെക്രട്ടറി സലാം സാഹിബ് പറഞ്ഞല്ലോ, സമസ്തയിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടില്ല, ഇടപെടേണ്ട കാര്യമില്ല. അത് കൈകാര്യം ചെയ്യാൻ കഴിവും പക്വതയും പ്രാപ്തിയുമുള്ള ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുലമ തന്നെയുണ്ട്, ഞങ്ങൾ ഇടപെടാൻ വരുന്നില്ല. എന്നിട്ട് ഇയാൾ നമ്മളെ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാക്കുക, സമസ്ത ലീഗിന്റെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുക. ആ ഗ്യാപ്പിൽ കയറിക്കൂടാൻ വേണ്ടി ഇപ്പൊ അദ്ദേഹം പറയാണ് ഈ വഖഫിന്റെ വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല, അതൊക്കെ നിയമസഭയിൽ പറയേണ്ട കാര്യങ്ങളാണ്, അത് ലീഗാണ് പറയേണ്ടത്, നമ്മൾ പറയാൻ പാടില്ല. ഇവിടെ പറഞ്ഞെന്താ? ഞാൻ അടുത്ത ക്ലിപ്പിലൊക്കെ പറയുന്നത് ഞാൻ സമയമില്ലാത്തതിനോട് അദ്ദേഹം പറയുന്നുണ്ട് ഏത് വിഷയത്തിലും നമ്മൾ പണ്ഡിതന്മാർ ഇടപെടണം, കൈകാര്യം ചെയ്യണം. ആ പറഞ്ഞ അതേ വ്യക്തി ഇപ്പൊ പറയാണ് ഇടപെടാൻ പാടില്ല. കേൾക്കുന്നു. ബില്ല് സർക്കാർ നടത്തുന്ന നിയമനം, അത് പിന്നെ സർക്കാരിൽ പങ്കെടുക്കുന്ന MLA-മാരും മന്ത്രിമാരും സർക്കാരും പ്രതിപക്ഷമൊക്കെ തന്നെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. അത് വളരെ പ്രാഥമികമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ. സംസ്ഥയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് യോജിച്ചതായിരുന്നില്ല എന്ന് വേണം അങ്ങനെ കരുതാൻ, അന്ന് നടത്തിയ ഇടപെടലിന് കരുതാൻ. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണ് തിരിച്ചറിയുന്നത്. കാരണം പിന്നെ വ്യക്തികൾ എന്ന നിലക്ക് നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നമ്മൾ പിന്നെ അവരാണ് കൂടുതൽ ശരിയെന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗം, അവർ സർക്കാർ കാര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, നിയമസഭയിലാണ് പ്രവർത്തിക്കുന്നത്, അവിടെയാണല്ലോ നിയമ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ അത് അവർ ചെയ്യട്ടെ, അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റൊക്കെ അവർക്കാണ് അറിയാം, അവരത് ചെയ്യട്ടെ. നമ്മളതിലുള്ള മതപരമായ വിധികൾ, ഞങ്ങൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സമസ്ത പോലുള്ള സംവിധാനങ്ങൾ മതപരമായ വിധികളാണ് പറയുന്നത്. സമസ്തയും നമ്മളൊക്കെ ചെയ്യേണ്ടത് മതപരമായ വിഷയങ്ങൾ പറഞ്ഞാൽ മറ്റുള്ള വിഷയത്തിലൊന്നും നമ്മൾ ഇടപെടാൻ പോകണ്ട, അതൊക്കെ പറയേണ്ടത് വേറെ പാർട്ടിയാണ് പറയേണ്ടത്. നിർവഹണപരമായിട്ട് നിയമസഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, മുഖ്യമന്ത്രി എന്ത് ചെയ്യണം, അതൊക്കെ പറയേണ്ടത് മുസ്ലിം ലീഗാണ്. അതൊക്കെ പറയേണ്ടത് മുസ്ലിം ലീഗാണ്, നമ്മളതിൽ ഇടപെടേണ്ടതില്ല. എന്നാൽ ഇതേ വ്യക്തി എന്താ ചെയ്തത്? വഖഫിന്റെ വിഷയം വന്നപ്പോ സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു അത് പള്ളിയിൽ പറഞ്ഞ് വിഷയാക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു വഖഫിന്റെ വിഷയം പള്ളിയിൽ അല്ലെങ്കിൽ പിന്നെ എവിടെ പറയാം. ഇവിടെ പറഞ്ഞെന്താ? നിയമസഭയിൽ പറയേണ്ട വിഷയമാണത്. അത്തരം കാര്യങ്ങളൊക്കെ എവിടെ വരേണ്ടത്? വഖഫ് നടപ്പിലാക്കണോ വേണ്ടേ, PSCക്ക് വിടണോ വിടണ്ടേക്ക് തീരുമാനിക്കേണ്ടത് നിയമസഭയിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന് സമസ്ത നമ്മൾ നടപടണ്ട. അതേ ബഹുമാനനായ KMBC കുട്ടികളെ വിളിച്ചെത്തിക്കൊണ്ട് പറയാണ് ഈ വിഷയം പറയേണ്ടത് പള്ളിയിലാണ്, പുറത്തല്ല പറയേണ്ടത്, പള്ളി തന്നെയായിരുന്നു പറയേണ്ടിരുന്നത്. പറയട്ടെ, നമ്മളെ നിശ്ചയദാർഢ്യത്തിന് വേണ്ടി, പക്ഷെ സത്യത്തിന് വേണ്ടിയാവണം, നീതിക്ക് വേണ്ടിയാവണം. നമ്മൾ മാത്രം മതി എന്നുള്ള അത് നടക്കൂല. എല്ലാവരും വേണം, എല്ലാം വേണം, സത്യം വേണം, നീതി വേണം, ശരി വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ നിലക്കൊള്ളേണ്ടത്. നമ്മുടെ ഒരു ക്ലോസ് ഡോർ പരിപാടിയാണല്ലോ, അതൊരു പൊതു സ്റ്റേജിലെ പ്രസംഗമല്ലല്ലോ. അത് നമ്മൾ മാത്രം കേൾക്കുന്ന, നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് കയറിയിട്ട് കേൾക്കുന്ന നമ്മുടെ സ്വന്തം വർത്തമാനമാണ്, വാതിലടച്ചിട്ടുള്ള വർത്തമാനമാണ്. അള്ളണ്ട്, അള്ളാന്റെ റസൂലുണ്ട്, ദീനുണ്ട്, അതില്ല എന്ന് പറയുന്ന ആളുകളേറ്റ ഒരു കോംപ്രമൈസും ഇല്ല. അവർക്കൊരു കോംപ്രമൈസും ഇല്ല. അവർക്ക് ഒത്താശ ആയിത്തീരുന്ന ഒരു ചലനം പറ്റൂല.
പള്ളിയുടെ കാര്യം, പള്ളിയുടെയും പള്ളിക്കാടിന്റെയും കബറിന്റെ അടി കിടക്കുന്ന ആൾക്കാരുടെയും വഖഫ് സ്വത്തിന്റെയും കാര്യം പള്ളി പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കുഴപ്പമാകും. കണ്ടോ, ബഹുമാനോട് സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ആ വിഷയം പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് കുട്ടികളെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയാണ്, ഇത് പള്ളിയിലല്ല, അതിന് എവിടെ പറയാ, പറയട്ടെ. ഒമാൻ അക്കമൂ മിൻഹുമില്ല അൻ യഖൂലു റബ്ബുന അല്ലാഹ് എന്ന് പറഞ്ഞ മാതിരി കുഴപ്പമായിക്കോട്ടെ. എന്ത് കുഴപ്പമാവണ്? കുഴപ്പമാവൂല. അതൊരു കുഴപ്പമാണെന്ന് ഒരു കൂട്ടർക്ക് തോന്നുകയാണ്. ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്, ഒരു കൂട്ടർക്ക് ബോധ്യമുള്ള ശരി, അത് കുഴപ്പമാണെന്ന് വിചാരിക്കുക. കുഴപ്പമായിക്കോട്ടെ. എങ്ങനെ കുഴപ്പം? പള്ളി പറഞ്ഞ പ്രശ്നമാകും, കുഴപ്പമാകും മുമ്പ് പറയാം. കുഴപ്പമായിക്കോട്ടെ, എന്താ കുഴപ്പം? അതിനെന്താ പ്രശ്നം? ആൾക്ക് പ്രശ്നം ആകലാഗ്രഹം, ഇയാൾ പൊതുവെയുള്ള താല്പര്യം, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവണം. കുഴപ്പമായിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? ഇത് പറയുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞു ഇത് നമ്മൾ ഒറ്റക്കായതുകൊണ്ട് പറയാന്ന് പറഞ്ഞത്. അത് പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് തിരൂരങ്ങാടി ടൗണിൽ പോയിട്ട് വീണ്ടും പ്രസംഗിച്ചു. ഇതേ വിഷയം, വഖഫിന്റെ വിഷയം പള്ളിയിലല്ലാതെ പിന്നെ എവിടെയാ പറയേണ്ടതെന്ന് തിരൂരങ്ങാടി ടൗണിൽ പോയിട്ട് വീണ്ടും പ്രസംഗിക്കുക. ബഹുമാനനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർക്കെതിരിൽ അവരെ തീരുമാനത്തിനെതിൽ പരസ്യമായി പ്രസംഗിക്കുന്നു. കേൾക്കുന്നുണ്ട്. അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന വഖഫ് സ്വത്തുക്കളെ കുറിച്ച്, ഇങ്ങനെ വഖഫ് സ്വത്ത് അന്യാധീനപ്പെടുത്തരുത്, അപഹരിക്കരുത്, അത് കയറി പിടിക്കരുത് എന്ന് പള്ളിയിലല്ലാതെ പിന്നെ എവിടെയാണ് പറയാ? അത് പറയാനുള്ള സ്ഥലമാണല്ലോ. ഇത് സംരക്ഷിക്കണമെങ്കിൽ ദൈവസ്വത്താണ്. ഇത് കാലാകാലം അനക്കാൻ പാടില്ലാത്ത സാധനമാണ്, സ്റ്റോപ്ഡ് സാധനമാണ് എന്ന് പള്ളിയിൽ എന്താ പറയേണ്ടത്? ഇനി കുറച്ച് കഴിയുമ്പോ വഖഫ് സ്വത്ത് സംരക്ഷിക്കേണ്ട കാര്യം പള്ളിയിലല്ലാതെ പിന്നെ എവിടെയാ പറയാ? എവിടെന്നാ പറയുന്നത്? ടൗണിൽ വെച്ചുകൊണ്ട് പരസ്യമായ ആളുകളെ വിളിച്ചിരുത്തിക്കൊണ്ട് പറയാ അതേ ദിവസം തന്നെ. അപ്പൊ ഒരിടത്ത് പറയാ ഉസ്താദുമാരും സമസ്തയൊന്നും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല. മറ്റു സ്ഥലത്ത് പോയിട്ട് പറയാ ഇതൊക്കെ നമ്മളല്ലേ പറയേണ്ടത്, എന്താ പറയാത്തത്? കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇരുന്നിട്ട് പറയാ രാഷ്ട്രീയമായ എല്ലാ വിഷയത്തിലും ഇടപെടണം, രാഷ്ട്രീയമില്ലെങ്കിൽ ഇസ്ലാമിലെ സിംഹഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഈ രീതിക്കാരാ സ്വീകരിച്ചത്. ഇനി നോക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്തൊരു വിഷയം, ജമാഅത്ത് ഇസ്ലാമി പറയുന്ന അതേ ഒരു വിഷയം. അതെന്താ? ദീനിൽ ലാളിത്യം വേണം. അദ്ദേഹത്തിന്റെ പുതിയ പേരിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും പറയുന്ന വാക്കാണ് ഇസ്ലാം സുന്ദരം, ലളിതം, സുന്ദരം. ഇസ്ലാമിന് അങ്ങനെ അമിതമായിട്ടുള്ളൊന്നും പാടില്ല, കൂടുതൽ ഇബാദത്തൊന്നും പാടില്ല. ഇത്രത്തോളം അദ്ദേഹം പറഞ്ഞ ശൈലി എന്താ അറിയോ? ഇപ്പൊ ചില ഉസ്താദന്മാരൊക്കെ അവരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആലിമ്യങ്ങൾ പറഞ്ഞു ചെയ്യുന്ന രീതി ഒക്കെ ഹറാമാക്കാണ്. ഹറാമാക്കല്ലേ കൊണ്ട് പരമാവധി റുഖ്സ എടുത്തുകൊണ്ട് ഹലാലാക്കി കൊടുക്കണം എന്നാണ്. എല്ലാം ഹലാലാക്കി കൊടുക്കാൻ വേണ്ടത്. ദീന് യുസ്റുൻ, ദീന് യുസ്റാണ്, ദീനിൽ പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല. ഇതേ ആശയം കൃത്യമായി അദ്ദേഹം പറയുന്ന അതേ ആശയം ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതേ പുസ്തകത്തിൽ പറയുന്നു. ഇദ്ദേഹം പറഞ്ഞ അതേ ശൈലി ജമാഅത്ത് ഇസ്ലാമിയുടെ വാദമാണ്. ആളുകൾക്കൊക്കെ എളുപ്പമാക്കി കൊടുക്കണം, ഒക്കെ ലളിതമാക്കി കൊടുക്കണം. ഈ പുസ്തകത്തിന്റെ എത്രയോ പേജുകൾ അതിനുവേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കാം. ഇസ്ലാം ലളിതമാണ്, സുന്ദരമാണെന്ന് പറയാനും ഇസ്ലാമിൽ പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ആയാസരഹിതമായ അനുഷ്ഠാനങ്ങൾ ജമാഅത്ത് ഇസ്ലാമി പറയാം. പ്രയാസമുള്ളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിന്റെ സൗന്ദര്യം കർമ്മങ്ങളുടെ ലാളിത്യത്തിലും അനുഷ്ഠാനങ്ങൾ ആയാസരാഹിത്യത്തിലുമാണ് കൊള്ളുന്നത്. മനുഷ്യന്റെ പ്രയാസമനുഷ്ഠിക്കുന്ന ക്ലേശരഹിതമായ ആരാധന രീതികളും പ്രയാസമില്ലാതെ നടപ്പിലാക്കുന്ന നിയമങ്ങളുമാണ് ദീൻ അനുശാസിക്കുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നു അൽ ഹലാമു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ. ഹലാൽ വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്, അതുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ പറയണ്ട. ജമാഅത്ത് ഇസ്ലാമി പറയുന്നു അതേ ആശയം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. കാര്യങ്ങളൊക്കെ ഹറാമാക്കുക, ഹറാമായ കാര്യങ്ങൾ ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കിയാൽ നമ്മൾ ഇച്ചിരി വലുതായി എന്നാണ് നമ്മുടെ വിചാരം. ഫിഖ്, അറിവ്, തസവുഫ്, ഇഹ്സാൻ എന്നൊക്കെ പറഞ്ഞത് അതിന്റെ ഉള്ളെന്താ? അൻ തഖുദ ബിർറുഖസി മിനസ്സിഖാത്ത്. എന്ത് ഫിഖ് തസവുഫ് എന്നൊക്കെ പറഞ്ഞാൽ റുഖ്സ സ്വീകരിക്കലാണ്. തസവുഫ് എന്ന് പറഞ്ഞാൽ എന്താ? പരമാവധി സൂക്ഷ്മത പാലിക്കില്ല. ഇയാൾ പറയും ഇളവ് സ്വീകരിച്ചുകൊണ്ട് പരമാവധി എന്തും ചെയ്യലാണ്. ഈ ആശയം ആരാ പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയുടെ പുസ്തകമാണ് എൻ്റെ കയ്യിലുള്ളത്. കൃത്യമായി ഇദ്ദേഹം പറഞ്ഞ ഇതേ വിഷയം ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി പറയാണ് ജനങ്ങൾക്കെല്ലാം ഇളവാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, പ്രയാസഹിതമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടത്. തസൗഫ് പറഞ്ഞാൽ എന്താ? തസൗഫ് എന്താ ചെയ്യുന്നത്? വറഇനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കാര്യം ഹറാമാണോ ഹലാലാണോ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ആലിമികൾ പഠിപ്പിച്ചെന്താ? അതിന് വിട്ടു നിൽക്കണം, സൂക്ഷ്മത പാലിക്കണം. അങ്ങനല്ലേ പൂർവികരൊക്കെ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചരിത്രം നോക്കിയാൽ, ഇമാം അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു ചരിത്രം നോക്കിയാൽ, ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ചരിത്രം നോക്കിയാൽ അതിലൊക്കെ കാണാൻ പല വിഷയങ്ങളും സംശയം വന്നപ്പോ വർഷങ്ങളോളം ഒഴിവാക്കിയെന്ന. ഒരു ആട് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ ആട് ആരാണെന്നറിയില്ല.
സൂക്ഷ്മത പാലിച്ചിട്ട് പിന്നീട് അവിടെ അർത്ഥ ആടുകളെ കഴിക്കാതെ വർഷങ്ങളോളം ആട്ടിറച്ചി കഴിക്കാതെ ജീവിച്ചു പോയ മഹാന്മാരാ നമ്മുടെ ആലിമ്യങ്ങൾ, പൂർവികരായ ആളുകൾ. അത്ര സൂക്ഷ്മത പാലിച്ചു. ഇയാൾ പറയാൻ അങ്ങനെയല്ല, റുഖ്സ പരമാവധി സ്വീകരിക്കാം. ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിക്കുന്ന അതേ ആശയം പറയട്ടെ. റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു വെച്ചിട്ടുള്ളതാണ്. സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെയോ മറ്റാണ് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്നത്. ഇബാറത്ത് ഓർമ്മി എന്ന് പറയണം. അപ്പോൾ വിശ്വാസയോഗ്യമായ വഴികളിലൂടെ വിശ്വാസയോഗ്യരായിട്ടുള്ള ഇമാമിയങ്ങളിൽ നിന്ന് പഴുതുകൾ, ഇളവുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. കണ്ടോ, വിശ്വാസയോഗ്യരായ ഉലമാക്കളിൽ നിന്ന് പഴുത് കണ്ടെത്തിയിട്ട് അത് സ്വീകരിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവുണ്ട് അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. എന്താ പുസ്തകത്തിന്റെ പേരറിയാം? ഇളവുകൾ ഇസ്ലാമിക വിധികളിൽ നിന്നാണ്. പേരെന്നതാ? ഏത് വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഇളവുണ്ടെന്നാണ്. എല്ലാ വിഷയത്തിലും ഏത് വിഷയം അദ്ദേഹം പറയുന്നുണ്ട്. ഏതെടുത്തു നോക്കിയാൽ അദ്ദേഹം പറയും അതിന് ഇന്നൊരു ആലിം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ കൗല് പിടിച്ചുകൊണ്ട് അമൽ ചെയ്യാം. ഇപ്പൊ ജമ്മും കസർ അദ്ദേഹം പറയാ, യാത്ര പോകണമെന്നില്ല, വീട്ടിലിരിക്കുമ്പോൾ ക്ഷീണം തോന്നി ജമ്മും കസറാക്കാം, അതിന് പഴുതുണ്ട്. ഇത് മുജാഹിദ് ഇവിടെ പഠിപ്പിക്കുന്നതാണ്, ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിക്കുന്നതാണ്. ഒരുപാട് എനിക്ക് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ടാ. മുജാഹിദിന്റെ നേതാവ് അബ്ദുസ്സലാം സുല്ലമി എഴുതി വെച്ചത് ഒരുപാടുണ്ട്. എത്രത്തോളം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പുറത്തു പറയാൻ പാടില്ല, പറയാൻ പോലും നമുക്ക് പ്രയാസ. ഔറത്തിനെ കുറിച്ച് പറഞ്ഞു, മുന്നും പിന്നും മാത്രമാണ് ഔറത്ത്. മുന്നും പിന്നും പറഞ്ഞ എത്രയുള്ളു? മുട്ടുപൊക്കളിനിടയിൽ എല്ലാ സ്ഥലവും മറക്കണ്ട, അതിനൊക്കെ ഇസ്ലാമിൽ ഇളവുണ്ട്. എവിടേക്കെത്തും? ഇയാൾ പറയാണ് പരമാവധി റുഖ്സ സ്വീകരിക്കണം, ഇളവുകൾ കണ്ടെത്തണം. ഇതിവിടെ പഠിപ്പിച്ചത് മുജാഹിദാണ്, ജമാഅത്ത് ഇസ്ലാമിയ. പറയട്ടെ. എന്നിട്ട് തുടർന്ന് ബഹുമാനപ്പെട്ട അസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വഅമ്മൽ ഹദ്റു ഫയുഹ്സിനുഹു കുല്ലു വാഹിദിൻ. പറ്റൂല എന്ന് എല്ലാവർക്കും പറഞ്ഞു. ഇവിടെ നമുക്കൊരു കാര്യത്തിൽ വ്യക്തതയില്ല, സ്പഷ്ടതയില്ല, ആരെങ്കിലും ചോദിച്ചാൽ പറ്റൂല എന്ന് പറയാം. ഇതൊക്കെ മനുഷ്യന് ആശ്വാസം കൊടുക്കുന്നതിന് വിപരീതമാണ്. ഇവിടെ കുഞ്ഞാലി ഉസ്താദിനെ പറ്റി പറഞ്ഞു. എന്താണ് കുഞ്ഞാലി ഉസ്താദും അത്തിപ്പറ്റ ഉസ്താദും തമ്മിലുള്ള ബന്ധം? ഇൽമിന്റെ ബന്ധമാണ്. മുടങ്ങാതെ ക്ലാസ്സിൽ, ഞാൻ മനസ്സിലാക്കിയത് പറയാണ്, മുടങ്ങാതെ ക്ലാസ്സിൽ പോയിരുന്നിട്ടുള്ള ബന്ധമാണ്. അല്ലെങ്കിലും അതുപോലെ ഇനി അദ്ദേഹം തെരീക്കത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. തെരീക്കത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം കളിയാക്കി പറയാ, ഇപ്പൊ തെരീക്കത്തൊക്കെ രജിസ്റ്റേർഡ് തെരീക്കത്തുകളാണ്. അതിപ്പോ ഓരോരുത്തരേക്ക് ചേർത്തിക്കൊണ്ട് മുഹിദ്ദീൻ ഷെയ്ഖിന്റെ തെരീക്കത്ത്, അജ്മീർ ഷെയ്ഖിന്റെ തെരീക്കത്ത്, ഇങ്ങനെ തെരീക്കത്ത് രജിസ്റ്റേർഡ് തെരീക്കത്തായി എന്ന് പറഞ്ഞുകൊണ്ട് തെരീക്കത്തിനെ കളിയാക്കുക. അതൊക്കെ അതേ വാക്ക് ഇസ്ലാമിലെ തെരീക്കത്തും തെരീക്കത്തിൽ ഇസ്ലാം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഇതേ ശൈലി. ആരതാ? ജമാഅത്ത് ഇസ്ലാമിയുടെ. എന്തിനാണ് ഇദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി ഇങ്ങനെ പ്രസംഗിച്ചെടുക്കുന്നത്? എന്താണ് ഇതിന്റെ ആവശ്യം? കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക, ഇസ്ലാമിനുള്ള താല്പര്യം കുറക്കുക, മഹാന്മാരോടുള്ള ബഹുമാനം കുറക്കുക, തസവുഫിനോടുള്ള താല്പര്യം കുറക്കുക. കുറച്ചെവിടെത്തി? ഇവരെ കൂട്ടത്തിൽപ്പെട്ട സുഹൈൽ വാഫി പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല പോലും ഖുർആനിൽ ഒരിടത്ത് പോലും പുണ്യ നബിയെ അങ്ങനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും പേരെടുത്ത് നബിയെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹിന്റെ പേര് പറയുമ്പോൾ ഒരു മടിയില്ലാതെ പറയുന്നു. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ആയിഷയുടെ അച്ഛനും അമ്മയും, ആയിഷയുടെ അച്ഛനും അമ്മയും. എവിടേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്? ഞാൻ അദ്ദേഹത്തിന്റെ മോനായതുകൊണ്ട് പറയില്ല, മക്കൾ തെറ്റിയതിന്റെ ഒരു പാപത്തിൽ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്ന സംസ്കാരം എവിടേക്ക് എത്തിച്ചേരുന്നു? വേദനയുണ്ട് നമുക്കതിൽ, പറയേണ്ടി വരുന്നതിൽ പ്രയാസമുണ്ടതിൽ. എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് പദ്യം പ്രസംഗിച്ചു. ഒരു ലൈവ് ഇടുകയുണ്ട് ഈ അടുത്ത്. എന്താ പറഞ്ഞത്? അത് എൻ്റെ ക്ലാസ് കേൾക്കാൻ ഇന്നാലിന ശങ്കരൻ മാഷ്, ഇതേപോലെ മാഷന്മാർ പറഞ്ഞു. അവിടൊക്കെ മാഷ് ഭയങ്കര ബഹുമാനത്തിൽ. പിന്നെ ഇതൊരു സിനിമാ സംവിധാനം കുറിച്ച് പറഞ്ഞു ആ സാറൊക്കെ ഉള്ളത് കൊണ്ട് അവരെ പറഞ്ഞപ്പോ മാഷ് സാറ് എന്തൊക്കെ ബഹുമാനം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്തിട്ട് പറയാം. അവരൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിച്ചതാണ്. ആ മറ്റുള്ളവരുടെ മുമ്പിൽ റസൂലുള്ളാഹിനെ എഗീത്തി ഉപയോഗിക്കേണ്ടത്, എത്രത്തോളം പുകഴ്ത്താൻ പറ്റുമോ അതിൽ നോക്കേണ്ടത്. എത്ര ബഹുമാനം കൊടുക്കുമ്പോഴല്ലേ കേൾക്കുന്നവരുടെ മനസ്സിന് ബഹുമാനം ഉണ്ടാവുള്ളൂ. ഇദ്ദേഹം ഉപയോഗിക്കുന്ന ശൈലി നോക്കും നിങ്ങൾ. അതായത് ഈ മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള്, മുഹമ്മദ് നബി എന്ന് പറയുന്ന ആള് ആരെ കുറിച്ചാ പറയുന്നത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറയട്ടെ. ജനിച്ചത് 570-ലാണ്. AD 570 ജനിച്ചു. 632 മരിച്ചു പോയിട്ടുള്ള, മക്കയിലെ മരുഭൂമിയിലെ ഒരു വിദൂര ദേശത്ത് മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. മക്കയിലെ ജനിച്ചിട്ട് മദീനത്തിന്റെ ഭാഗത്ത് മരിച്ചുപോയ ആളാണ്. ആര്? മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള്. ഇദ്ദേഹം 63 വയസ്സാണല്ലോ ടോട്ടല് ജീവിച്ചത്. ഈ 63 വയസ്സിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു, അതായത്
2 ഭർത്താക്കന്മാരും മരിച്ചു പോയതാണ്. 4-5 മക്കളുണ്ടായിരുന്നു. 40 വയസ്സായിരുന്നു, നബിക്ക് 25. ഈ സ്ത്രീയെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ 25 വർഷങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിക്ക് 50 വയസ്സ്, ഖദീജക്ക് 65 വയസ്സ്. 65 വയസ്സാകുമ്പോൾ ഖദീജ മരണപ്പെട്ടു പോയി. മുഹമ്മദ് നബിക്ക് അപ്പോ 2 ഭർത്താക്കന്മാരും മരിച്ചു പോയി. അച്ഛനും അമ്മയ്ക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ സംഭവം ഇങ്ങനെയാണ്. നബിയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന സഹാബി നബിയുടെ അമ്മായിയുടെ മകൾ, അച്ഛന്റെ സഹോദരിയുടെ മകൾ ആയിരുന്ന സൈനബ് ബിൻത് ജഹ്ഷിനെ നബി തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവര് 1 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചു. പിന്നെ വിവാഹമോചനം നടത്തിയിട്ട് കല്യാണം കഴിക്കുന്നത് നബിയാണ്. അപ്പൊ അത് അന്ന് അവിടെ അത് ഈ പറഞ്ഞ പോലെ അന്നത്തെ സമൂഹത്തിന് അത് സ്വീകാര്യമായിരുന്നില്ല. അവരതിൽ അസ്വസ്ഥത ഉണ്ടാക്കി. നമ്മളിപ്പോ ഇന്ന് ശൈശവം അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, നമുക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഒരു ഉണ്ടായിരുന്നില്ല. ജുബൈർ ബിൻ ഉത്തൈം അവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ വിവാഹബന്ധം ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആയിഷാബിയുടെ അച്ഛനും അമ്മയുമായ അബൂബക്കറും. ആയിഷാബിയുടെ അച്ഛനും അമ്മയുമായ അബൂബക്കർ സിദ്ദീഖും. ഇതൊക്കെ ഇവരുടെ നാവിലൂടെ വരുമ്പോൾ ഇതൊക്കെ എവിടേക്കുള്ള പോക്കണം നമ്മൾ പറയേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഉസ്താദുമാരെ നിന്ദിച്ച് നമുക്ക് കേൾക്കുന്നുണ്ടോ? മുത്തുനബിയെക്കുറിച്ച് ഉപയോഗിക്കുമ്പോഴുള്ള ശൈലിയാണ്, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് ഉപയോഗിക്കുമ്പോഴുള്ള ശൈലിയാണ്. ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി വല്ലാത്ത വേദനയുള്ള കാര്യമാണ്. ഇപ്പൊ മഹാനായ ആലിക്കുട്ടി ഉസ്താദിനെതിരിൽ സോഷ്യൽ മീഡിയയിലൂടെ ദുഷ്പ്രചരണം നടത്തിയ ഒരു വാഫി, ലുക്മാൻ വാഫി, പാണക്കാട് സയ്യിദ് ഹൈദലി ശിഹാബ് തങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിൽ പള്ളിയിൽ അഥവാ PG ക്യാമ്പസിൽ, കാളികാവിലെ PG ക്യാമ്പസിൽ CPM-ന്റെ നേതാവായ ജയരാജനെ കൊണ്ടുവന്ന് പള്ളിന്റെ ഉള്ളിൽ അവിടെ കയറി സംസാരിപ്പിച്ചപ്പോൾ ഹൈദലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ പറഞ്ഞു. ആരെ? ജയരാജനല്ല, ജയരാജനെ കൊടുക്കുന്നതിന്റെ പേരിൽ ലുക്മാൻ വാഫി എന്ന് പറയുന്ന ഈ വാഫി. രണ്ടാമത് ആലിക്കുട്ടി ഉസ്താദിൽ വളരെ മോശമായ രീതിയിൽ ഫേസ്ബുക്കിൽ പ്രചരണം നടത്തി ഈ ലുക്മാൻ വാഫി എന്ന് പറയുന്ന ആൾ. അപ്പൊ ഇവരെന്താ ചെയ്തറിയോ? ഈ ലുക്മാൻ വാഫിക്ക് കഴിഞ്ഞ വാഫി കലോത്സവത്തിൽ ചൂണ്ടി എക്സലൻസി അവാർഡ് നൽകി. അപ്പൊ എന്തിനാണ് ഇവർ പ്രോത്സാഹിപ്പിക്കുന്നത്? കേൾക്കും നിങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്ന കൂട്ടത്തിൽ പറയുന്ന പ്രത്യേകത എന്താ? CIC-ക്കെതിരിൽ സോഷ്യൽ മീഡിയയിലൂടെ വസ്തുതാവിരുദ്ധമായ പ്രചരണം നടത്തിയപ്പോൾ അത് നേരിട്ടത് ലുക്മാൻ വാഫിയാണ്. അതേതാ നേരിട്ട വിഷയം? ആലിക്കുട്ടി ഉസ്താദിൽ എഴുതിയ ലേഖനം. അതിന് അവാർഡ് എവിടെ? വാഫി കലോത്സവത്തിൽ വെച്ചു. കേൾക്കുന്നു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. കൊറോണ നിയന്ത്രണം മൂലം നടക്കാതെ പോയ കഴിഞ്ഞ വാഫി ഫെസ്റ്റിൻ്റെ ടൈം കൂടി പരിഗണിച്ചാണ് ഇത്തവണ 2 പേർ തിരഞ്ഞെടുക്കപ്പെട്ടത്. വാഫി വഫിയ സംവിധാനത്തിൻ്റെ ഉന്നമനത്തിനായി മാതൃകാപരമായ സമർപ്പണവും പ്രതിബദ്ധതയും നിസ്തുലമായ സംഭാവനകളുമാണ് സമർപ്പിക്കപ്പെട്ട 250ഓളം നാമനിർദ്ദേശങ്ങളിൽ നിന്ന് ജേതാക്കളെ അവാർഡിന് യോഗ്യരാക്കിയത് എന്ന് ദോഹയിൽ പ്രത്യേകം രൂപീകരിക്കപ്പെട്ട സെലക്ഷൻ കമ്മിറ്റി വിലയിരുത്തി. ഡോക്ടർ ലുക്മാൻ വാഫി ഫൈസി അസ്ഹരി. വാഫി പഠനത്തിനു ശേഷം ഫൈസി ബിരുദവും തുടർന്ന് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര പഠനത്തിനു ശേഷം കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സന്യാസം, ബുദ്ധമതത്തിലും ഇസ്ലാം മതത്തിലും എന്ന ഗവേഷണ പഠനത്തിന് ഡോക്ടറേറ്റും നേടിയ ലുക്മാൻ വാഫി നിലവിൽ CIC-യുടെ ഡയറക്ടറേറ്റ് ഓഫ് അക്കാഡമിക് അഫയേഴ്സ് ആൻഡ് ട്രെയിനിങ് ചെയർമാനായും വാഫി പ്രസിദ്ധീകരണ വിഭാഗമായ വേ ബുക്സ് ഡയറക്ടറായും സേവനം ചെയ്യുന്നു. CIC-യുടെ വിശുദ്ധിയെ ചോദ്യം ചെയ്യാൻ സമൂഹ മാധ്യമങ്ങളിൽ ദുരാരോപണങ്ങളും അവാസ്തവങ്ങളും പ്രചരിപ്പിക്കപ്പെട്ട സമയത്ത് അവയുടെ മുനയൊടിക്കുന്നതിലും പൊതുജന സമക്ഷം യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലും അദ്ദേഹം വഹിച്ച സമയോചിതവും നേതൃപരവുമായ പങ്കും സമർപ്പണവും നിസ്തുലമാണ്. സേവനം എന്താണ്? CIC-യെ കുറിച്ച് മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിനെ ശക്തമായി നേരിട്ടത് ലുക്മാൻ വാഫിയാണ്. അതുകൊണ്ട് മൂപ്പർക്ക് അവാർഡ്. ഏത് വിഷയത്തിലാണ് നേരിട്ടത്? ആലിക്കുട്ടി ഉസ്താദിന്റെ വിഷയത്തിൽ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ ഇദ്ദേഹം പറഞ്ഞ പല വിഷയങ്ങളുണ്ട്. നിസ്കാരത്തെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് ആയിട്ട് കണ്ടാൽ മതി. നിസ്കാര എക്സസൈസ്, നോമ്പ് പ്രതിരോധം, പിന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ഈസ്റ്റിലേക്കുള്ള യാത്ര. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിർത്താനുള്ള സമയം കുറേ ആയിട്ടുണ്ട്. വേണ്ടി വന്നാൽ അതൊക്കെ ക്ലിപ്പിംഗ്സ് ആയി തന്നെ പറയും. അതൊക്കെ ഉണ്ട്. സാധനം കയ്യിലുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല, അതൊക്കെ പറയും. ഇപ്പൊ നേരത്തെ സത്താർ സാഹിബ് പറഞ്ഞ പോലെ ഇത് നേരാകണം, നേരായി പോട്ടെ, എല്ലപ്പം ഇടുന്നില്ല, വേറുണ്ട്. അതേ ആശയം ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ടുണ്ട്.
ജമാഅത്ത് നിസ്കാരം കൊണ്ടുള്ള നേട്ടം നമ്മൾ കണ്ടത് ആരോഗ്യമായ നേട്ടമാണ്, ഇബാദത്തല്ല, ആരോഗ്യമായ നേട്ടം. ഇൻഷാ അല്ലാഹ് ആ പറഞ്ഞ ക്ലിപ്പൊക്കെ അവർ വിചാരം ഒന്നും നമ്മളെ കൈ കിട്ടിയില്ല എന്നുള്ളത് വാഫികളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇതൊക്കെ തരാൻ പറ്റിയ നല്ല വാഫി കുട്ടികൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അവർ ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്ന് പുറത്തു കൊണ്ടുവരും. വേണ്ടി വന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. നമ്മുടെ ലക്ഷ്യം അദ്ദേഹത്തെ പറഞ്ഞു വഷളാക്കലോ സമൂഹ മധ്യ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തലോ അല്ല, മറിച്ച് ചില കുട്ടികളൊക്കെ വന്നിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വേണ്ടി വന്നാൽ, നമ്മളെല്ലാം കൂടി പറയാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല, വേണ്ടി വന്നാൽ ബാക്കിയുള്ള ആദർശവിരുദ്ധ പ്രചരണങ്ങളൊക്കെ നമ്മൾ പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും സത്യത്തിനൂടെ പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തെറ്റിദ്ധരിച്ചു പോയവർക്ക് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള എല്ലാവിധ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ തെറ്റിദ്ധാരണയൊക്കെ തിരുത്തി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സമസ്തയാണ് നമുക്ക് വലുത്. നമ്മുടെ അവസാനത്തെ വാക്ക് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതിന്റെ കൂടെ നമ്മൾ നിൽക്കുക. ഈ വലിയ വലിയ ആലിമീങ്ങളൊക്കെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഒരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടാവരുതെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു.